മനുഷ്യൻ്റെ ഒരു ചെറിയ കാൽവെപ്പ്, പക്ഷേ മാനവരാശിക്ക് വേണ്ടിയുള്ള കുതിച്ചുചാട്ടം. ഈ വാക്കുകൾ ഒരു മനുഷ്യനിൽ നിന്ന് അടർന്നു വീണിട്ട് ഇന്ന് 56 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ ചാന്ദ്രസഞ്ചാരി നീൽ ആംസ്ട്രോങ് വിട പറയുകയും ചെയ്തിട്ട് 13 വർഷവും കഴിഞ്ഞിരിക്കുന്നു. 1969 ജൂലൈ മാസം 21 ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിൻ എന്നിവർ ചന്ദ്രോപരിതലത്തിൽ കൂടി നടക്കുന്നത് കാണാൻ മാത്രമായിരുന്നു മൈക്കിൾ കോളിൻസിൻ്റെ നിയോഗം. ആ നിമിഷം എത്രമാത്രം നിരാശ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ആദ്യമായി ചന്ദ്രനിൽ പദമൂന്നിയ മനുഷ്യനെ ലോകത്തിൽ ആദ്യമായി നേരിട്ട് കാണുന്ന വ്യക്തി ഞാൻ മാത്രമാണ് എന്നായിരുന്നു. അവരെ തിരികെ കൊണ്ടുവരിക എന്ന ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തെ ചന്ദ്രന് ചുറ്റും വലയം ചെയ്യിക്കുക എന്ന കൃത്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാത്രമല്ല, ആ അപൂർവ നിമിഷത്തെ ഭൂമിയിലുള്ള മനുഷ്യരിലേക്ക് എത്തിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. മനുഷ്യൻ അമ്പിളിക്കലയെ ആദ്യമായി കീഴടക്കി ചരിത്രം കുറിച്ച ദിവസം. പക്ഷേ അതിനുശേഷം 1970 ഡിസംബർ മാസം 18 പുറത്തിറങ്ങിയ പേൾ വ്യൂ എന്ന മലയാള ചലച്ചിത്രത്തിൽ തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂരമല്ല എന്ന് വയലാർ യേശുദാസിനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. പക്ഷേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ ഒരു ഭാരതീയന്റെ പാദമുദ്ര പതിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു നൊമ്പരം തന്നെയാണെങ്കിലും നമ്മളും അതിലേക്കുള്ള പ്രയാണത്തിൽ പദമൂന്നാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് നമ്മളിറക്കിയ ചാന്ദ്രയാൻ എന്ന പര്യവേഷണ വാഹനം നമ്മളെ കാത്തുകിടക്കുന്നുണ്ട് എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളുടെ ഗഗനയാൻ പദ്ധതിയും സുരക്ഷിതമായി തിരിച്ചെത്തിയ ശുഭാംശു ശുക്ലയും നമ്മുടെ ചിരകാല സ്വപ്നത്തിന് ചിറകുകൾ നൽകുന്നുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന സുവർണ നിമിഷത്തിനായി നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകം കണ്ട ഏറ്റവും മികച്ച മനുഷ്യപ്രയത്നത്തിൻ്റെ നേട്ടത്തിൻ്റെ അടയാളവും പേറിക്കൊണ്ട് ജൂലൈ 21 എന്നെന്നും പരിലസിക്കട്ടെ.